9 ദിവസം മുൻപ് കാണാതായ 4 പവന്റെ താലിമാല വീട്ടുവരാന്തയിൽ നിന്ന് തിരികെ കിട്ടി. ഒപ്പം ഒരു കത്തും. കാസർഗോഡ് പൊയ്നാച്ചിപ്പറമ്പ ലക്ഷ്മി നിവാസിൽ എം ഗീതയുടെ സ്വർണമാലയ്ക്കൊപ്പം ലഭിച്ച കത്തിലെ വാക്കുകൾ ഇങ്ങനെ: ഈ മാല എന്റെ കൈകളിൽ കിട്ടിയിട്ട് ഇന്നേക്ക് 9 ദിവസമായി. ആദ്യം സന്തോഷിച്ചു, പിന്നീട് കയ്യിലെടുക്കും തോറും എന്തോ ഒരു നെഗറ്റീവ് ഫീൽ, ഒരു വിറയൽ. കുറെ ആലോചിച്ചു എന്തു ചെയ്യണം. ഇത് കെട്ടുതാലിയാണെന്നുള്ള സന്ദേശം വാട്സാപ്പിൽ കണ്ടു. പിന്നെ തീരുമാനിച്ചു ആരാന്റെ മുതൽ വേണ്ടെന്ന്. എന്നെ പരിചയപ്പെടുത്താൻ താല്പര്യമില്ല. ഇത്രയും ദിവസം കയ്യിൽ വച്ചതിനും വേദനിപ്പിച്ചതിനും മാപ്പ്. ഓഗസ്റ്റ് 4 വൈകിട്ട് പൊയ്നാച്ചിയിൽ നിന്ന് പറമ്പയിലേക്ക് ഭർത്താവ് റിട്ടയർഡ് റവന്യൂ ഉദ്യോഗസ്ഥൻ വി ദാമോദരനൊപ്പം ബസ്സിൽ പോയി തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് മാല നഷ്ടപ്പെട്ടതായി അറിയുന്നത്. ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് തിരികെ ഏൽപ്പിക്കണമെന്നും താലിമാലയാണ് നഷ്ടമായതെന്നും മാലയുടെ ഫോട്ടോ സഹിതം സോഷ്യൽ മീഡിയയിൽ ദാമോദരൻ പരസ്യപ്പെടുത്തിയിരുന്നു. പിന്നാലെ മേൽപ്പറമ്പ് പോലീസിൽ പരാതി നൽകി. പോലീസിന്റെ പൊതുജന കൂട്ടായ്മ വാട്സപ്പ് ഗ്രൂപ്പിൽ സന്ദേശം ഷെയർ ചെയ്തു. ഇന്നലെ രാവിലെ 10:30 ഗീതയും ദാമോദരനും പൊയ്നാച്ചിയിലേക്ക് പോകാൻ ഇറങ്ങുമ്പോഴാണ് വരാന്തയിലെ ഇരിപ്പിടത്തിൽ കുറിപ്പും സ്വർണവും കണ്ടത്. കത്തിനു താഴെ സമീപത്തെ സ്ഥലനാമമായ കുണ്ടംകുഴി എന്നെഴുതിയിട്ടുണ്ട്. മാല തിരിച്ചു ലഭിച്ചതിനെ തുടർന്ന് ദാമോദരൻ വാട്സാപ്പിലിട്ട പോസ്റ്റ് ഇങ്ങനെയാണ്: പ്രിയരെ, എന്റെ ഭാര്യയുടെ 4.5 പവൻ വരുന്ന താലിമാല ഒരാഴ്ചയ്ക്ക് മുൻപ് നഷ്ടപ്പെട്ട വിവരം ഞങ്ങൾ അറിയിച്ചിരുന്നല്ലോ. ആ മാല തിരിച്ചു കിട്ടിയിരിക്കുന്നു. ദൈവത്തിന് നന്ദി. അതോടൊപ്പം മാല നഷ്ടപ്പെട്ട വിവരം ഷെയർ ചെയ്ത എല്ലാ സുമനസുകൾക്കും നന്ദി അറിയിക്കുന്നു. നിങ്ങൾ ഷെയർ ചെയ്തതിനാലാണ് നഷ്ടപ്പെട്ട ഞങ്ങളുടെ മാംഗല്യസൂത്രം തിരിച്ചു ലഭിച്ചത്. ഇന്ന് രാവിലെ 10:30 മണിക്ക് ഞാൻ വീട്ടിൽ നിന്നും പുറപ്പെടാനിറങ്ങിയപ്പോൾ സിറ്റ് ഔട്ടിലെ ചാരുപടി സീറ്റിൽ മേൽ കാണിച്ച എഴുത്തിനൊപ്പം മാലയും വച്ചിട്ടുണ്ടായിരുന്നു. മാല തിരികെ കൊണ്ടുവന്ന് വെച്ച അജ്ഞാതനായ ആ സുഹൃത്തിന് സർവേശ്വരൻ നല്ലത് വരുത്തട്ടെ. മാല നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത്, ഞങ്ങൾക്ക് ഏതായാലും മാല നഷ്ടപ്പെട്ടു, അത് ലഭിക്കുന്നയാളെങ്കിലും അവന്റെ കഷ്ടപ്പാടുകൾ മാറി നന്നായി ജീവിക്കട്ടെ എന്നാണ്. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം തന്ന പ്രതിഫലമാണ് ആ മാന്യ സുഹൃത്തിന് ഇങ്ങനെ ചെയ്യാൻ തോന്നിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സന്ദിഗ്ധാവസ്ഥയിൽ ഞങ്ങളെ സമാശ്വസിപ്പിച്ച എല്ലാ സ്നേഹമതികൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഈ മെസ്സേജും പരമാവധി ഷെയർ ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു.